എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് സംഭവിക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ലാസ്റ്റ് ഒരു 4 വർഷമായിട്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് മേഖല, പ്രത്യേകിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ മേഖല, ഇതിനെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി AICTEയുടെ സ്റ്റാറ്റിക്സ് പ്രകാരം AICTE പറയുന്നു, കുറച്ച് വർഷങ്ങളായി സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം വളരെ താന്നു പോയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു 50% താന്നു പോയിരിക്കുന്നു. ഈ ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുവരുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് സ്റ്റുഡൻസിന്റെ കുറവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയെ പറ്റി വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഒരു എവർഗ്രീൻ ഇൻഡസ്ട്രിയാണ്, എപ്പോഴും ജോലി സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഇങ്ങനെ ഒരു സംസാരം പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് ആ മേഖലയിലേക്ക് സ്റ്റുഡൻസ് കുറയുന്നു എന്നുള്ള കാരണം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ രൂപത്തിലും ഭാവത്തിലും എല്ലാ കാര്യങ്ങളും. ഒരു ന്യൂസ് പേപ്പർ പോലും ഇന്ന് ഡിജിറ്റൽ ഫോമിലേക്ക് മാറുന്ന രീതിയിലേക്ക് നമ്മുടെ മൊത്തത്തിൽ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ അവസാനമുള്ള കണക്കുകൾ പ്രകാരം 2050 ആകുമ്പോഴേക്കും ലോകത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ഭൂരിഭാഗം പേരും, എന്ന് വെച്ചാൽ 68% പേരും നഗരവാസികളാവുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നഗരത്തിലേക്ക് എല്ലാവരും ചേക്കേറുകയോ അല്ലെങ്കിൽ നഗരം എക്സ്പാൻഡ് ആയി നമ്മളെല്ലാം നഗരവാസികളായി മാറും. അങ്ങനെ 68% ആൾക്കാർ നഗരവാസികളാവുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു സാധ്യതയാണ് ഇനി വരാൻ പോകുന്നത്. 2035 അമേരിക്കൻ ബ്യൂറോ ഓഫ് ലേബർ പറയുന്നത് 2035 നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ വരാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്കാണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം നിസ്സംശയം നമുക്ക് പറയാം, ഇനിയുള്ള കാലഘട്ടം സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരുപാട് ജോലി സാധ്യതകൾ ഓപ്പൺ ചെയ്ത് കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലും ഒരു റെവല്യൂഷൻ എന്തായാലും സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി നമുക്ക് മുന്നോട്ട് വരുന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തെ ഫേസ് ചെയ്യാനായിട്ടും ആ കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ള ഒരു ജോബ് നമുക്ക് കിട്ടാനായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇൻഡസ്ട്രി വലിയ രീതിയിലുള്ള ഒരു അഡ്വാൻസ്ഡ് ടൂൾസിലേക്ക് പോയി കഴിഞ്ഞു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, AI ടെക്നോളജികൾ, അതുപോലെ തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ടൂൾസ്, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോയത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു പഠനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഈ വർഷത്തെ ക്യാമ്പസ് പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സിവിൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് വന്നിരിക്കുന്നത് കോർ ആയിട്ടുള്ള കമ്പനികളാണ്, സിവിൽ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള കമ്പനികളാണ്. IT കമ്പനിയേക്കാളും കൂടുതൽ സിവിൽ കമ്പനികൾ നമ്മുടെ സ്റ്റുഡൻസിന് ജോലി ഓഫറായി വരുന്നു എന്നുള്ളത് തന്നെ വലിയൊരു പ്രത്യാശയുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതൊരു തുടക്കമാണ്. ഈ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള സ്റ്റുഡൻസിന് നിസ്സംശയം പറയാം എനിക്ക്, നമ്മുടെ അടുത്ത വർഷങ്ങളിലെല്ലാം ഈ കുട്ടികൾക്ക് ഒരുപാട് ജോലി സാധ്യതകൾ നമുക്ക് എന്തായാലും ഉണ്ടാവും. അത് ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ ക്ലിയർ ആണ്. കാരണം നമ്മൾ അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ടെക്നോളജി അറിയാവുന്നവർ വേണം, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇന്ന ടെക്നോളജി അറിയാവുന്നവർ വേണം, ഇന്ന സോഫ്റ്റ്വെയർ അറിയാവുന്നവർ വേണം എന്നുള്ള ഒരുപാട് കോൾസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ഒരു വേർഡായിരിക്കും ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്നുള്ളത്. CAT സെന്റർ നടത്തുന്ന സർട്ടിഫൈഡ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന കോഴ്സ് ഈ കാലഘട്ടത്തിലെ എല്ലാ ഇൻഡസ്ട്രി ബേസ്ഡ് ടൂൾസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് CAT സെന്റർ നടത്തുന്ന പ്രോഗ്രാമാണ് സർട്ടിഫൈഡ് ഇൻ BIM എഞ്ചിനീയർ എന്ന പ്രോഗ്രാം. ഈ പ്രോഗ്രാം നമ്മളുടെ പുതിയ കാലഘട്ടത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, AI ടെക്നോളജി വെച്ച് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, പ്രൊജക്ട് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള ഒരു കോഴ്സാണ്. ഈ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ ഒരു നമ്പറിലേക്ക്, ഇതിന്റെ അടിയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.